ദുബായ് അമിറ്റി സ്കൂളിനെ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമാക്കിയ കേരളോത്സവ വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ ജനക്കൂട്ടം ആവേശത്തിലായി. തുറന്ന ജീപ്പിലാണ് മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് ആനയിച്ചത്. UAE-യുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ളവർ ദുബായിലേക്ക് എത്തി. കഴിഞ്ഞ 10 വർഷം കേരളം കൈവരിച്ച നേട്ടങ്ങൾ മുഖ്യമന്ത്രി പ്രവാസികളോട് വിശദീകരിച്ചു. കേരളത്തിന്റെ വികസനത്തിൽ പ്രവാസികൾ നൽകുന്ന സംഭാവനകൾക്ക് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു. ലോക കേരള സഭ വഴി നടപ്പിലാക്കിയ പ്രവാസി ക്ഷേമ പദ്ധതികളും മുഖ്യമന്ത്രി വിശദീകരിച്ചു. നവകേരള സൃഷ്ടിക്കായി പ്രവാസി സമൂഹത്തിന്റെ നിറഞ്ഞ പിന്തുണയും സഹകരണവും തുടരണമെന്ന് അഭ്യർത്ഥിച്ചാണ് മുഖ്യമന്ത്രി 1 മണിക്കൂറിലേറെ നീണ്ട തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലും അബുദാബിയിലും നേരത്തെ മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന്റെ സമാപനമായിരുന്നു ദുബായിലേത്. കേരളത്തിന്റെ വികസനത്തിലേക്ക് നയിച്ച ഒരു ഭരണാധികാരിയോടുള്ള പ്രവാസി മലയാളി സമൂഹത്തിന്റെ സ്നേഹവായ്പ കൂടിയായിരുന്നു ദുബായിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണം. ദുബായ് ഓർമ്മയാണ് കേരളോത്സവം സംഘടിപ്പിച്ചത്. കൈരളി ന്യൂസ്, ദുബായ്.